31-ാമത്തെ ചോദ്യം നോക്കാം. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുമെന്നതാണ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത് തെറ്റാണ്. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് എന്നാണ്. നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജില്ല പാലക്കാടാണ്. 33ാമത്തെ ചോദ്യം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ആണ് ശരിയായ പ്രസ്താവന. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് ഹോക്കിയിലാണ്. അപ്പോൾ മാനുവൽ ഫ്രെഡറിക് ഒരു ഹോക്കി പ്ലെയർ ആണ്. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത് എന്നാണ്. എന്നാൽ മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയിട്ടുള്ളത്. 1972 മ്യൂണിച്ചിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലാണ് മാനുവൽ ഫ്രെഡറിക് ഹോക്കിയിൽ ബ്രോൺസ് മെഡൽ നേടിയത്. 34ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. കേരളത്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണിത്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുപോലെ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. ഇവിടെ നൽകിയിരിക്കുന്ന തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മയിലാണ് എന്നതാണ്. നമുക്കറിയാം കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. 35ാമത്തെ ചോദ്യം ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആരവല്ലിയാണ് ഇതിൽ ഉൾപ്പെടാത്തത്. ട്രാൻസ് ഹിമാലയവും കിഴക്കൻ മലനിരകളുമൊക്കെ ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. 36ാമത്തെ ചോദ്യം സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതാണ് സിവാലിക് മലനിരകൾ. അതുപോലെ ഗംഗാ സമുദ്രത്തിന്റെ അതിരായി നിലകൊള്ളുന്നതാണ് സിവാലിക് മലനിരകൾ. 37ാമത്തെ ചോദ്യം ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിരിക്കുന്നു. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരി. അതായത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഗംഗാ സമതലം. അതുപോലെ ഇത് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ വ്യാപിച്ചിരിക്കുന്നു. 38ാമത്തെ ചോദ്യം നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാമത്തെയും 3ാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അതായത് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട് ശരിയാണ്. അതുപോലെ നർമ്മദ നദിയുടെ ഉദ്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടക് ആണ്. ഇത് രണ്ടും ശരിയാണ്. പിന്നെ ഇവിടെ നൽകിയിരിക്കുന്നത് ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ എന്നുള്ളതാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്കറിയാം ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. 39ാമത്തെ ചോദ്യം ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 4 സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിരിക്കുന്നു. ഇതിൽ ഉത്തരം ഓപ്ഷൻ എ 2ാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. അതായത് ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. അതുപോലെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. പിന്നെ ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ആനമുടിയുടെ ഉയരം 2695 കിലോമീറ്റർ ആണ്. 40ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം ഏതാണ്? നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം കോഴിക്കോടാണ്. ഓപ്ഷൻ ബി.
41ാമത്തെ ചോദ്യം ഒരു പുസ്തകമാണ്, ആത്മകഥ. ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചത് ഒരു കായിക താരത്തിൻ്റെതാണിത്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. PR ശ്രീജേഷിന്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. നമുക്കറിയാം ഇന്ത്യയുടെ ഹോക്കി പ്ലേയേഴ്സിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു കായിക താരം തന്നെയാണ് PR ശ്രീജേഷ്. PR ശ്രീജേഷ് മലയാളി കൂടിയാണ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്നാണ് PR ശ്രീജേഷിന്റെ ആത്മകഥയുടെ പേര്. 42ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ഓപ്ഷൻ ബി PT ഉഷ. നമുക്കറിയാം PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം. 43ാമത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? നമുക്കറിയാം ചെനാബ് നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെയുള്ള തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തിയത് ചിനാബ് നദിക്ക് കുറുകെയാണ്. ചിനാബ് നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ്. 44ാമത്തെ ചോദ്യം, മിയാൻഡർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, നദികളാണ് മിയാൻഡർ എന്ന ഭൂരൂപീകരണ സഹായിക്ക് കാരണമാകുന്നത്. അടുത്തത് സയൻസിലെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒന്നാമത്തേതും മൂന്നാമത്തേതും. അതായത് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, ഇത് ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. അതുപോലെ മെഴുക് ഉരുകുന്നു, ഇതും ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. നമുക്കറിയാം ഭൗതിക മാറ്റത്തിന്റെ പ്രത്യേകതകൾ. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ താൽക്കാലിക മാറ്റമാണ്. ഇതിൽ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നില്ല. നമുക്കറിയാം മെഴുക് ഉരുകി കഴിഞ്ഞാൽ വീണ്ടും അത് തണുത്ത് കഴിയുമ്പോൾ മെഴുകായി മാറും. അതുപോലെ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഭൗതിക മാറ്റമാണ്. രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് ഭക്ഷണം ദഹിക്കുന്നത്. നമുക്കറിയാം ദഹിച്ച ഭക്ഷണത്തിനെ വീണ്ടും നമുക്ക് ഭക്ഷണമാക്കി മാറ്റാൻ കഴിയില്ല. അപ്പോൾ രാസമാറ്റത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു. 46ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് ABCD ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തതാണ് നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ. ഓപ്ഷൻ സി. നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നത് റിസർവ് ബാങ്ക് അല്ല. റിസർവ് ബാങ്കിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം, പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വായ്പാ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, ഗവൺമെന്റിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 47ാമത്തെ ചോദ്യം ISRO മിഷനുമായി ബന്ധപ്പെട്ടതാണ്. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയ ദൗത്യം ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദിത്യ L1 ആണ്. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയ ദൗത്യം സൂര്യനെ കുറിച്ച് അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ആദിത്യ L1 എന്ന മിഷൻ ദൗത്യം ISRO നടപ്പിലാക്കിയത്. PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 എന്ന ദൗത്യം നടപ്പിലാക്കിയത്. ഇതിന്റെ വർഷവും ഡേറ്റും കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 എന്ന ദൗത്യം ISRO വിക്ഷേപിച്ചത്. 48ാമത്തെ ചോദ്യം, ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, അയർലൻഡ് ആൻഡ് UK. അയർലൻഡിലെയും UKയിലെയും സാഹിത്യ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ബുക്കർ പുരസ്കാരം. 49ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയിയെ കുറിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ആര്യ സമാജ് സ്ഥാപകൻ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജമാണ് സ്ഥാപിച്ചത്. ബ്രഹ്മസമാജ് സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇവിടെ തന്നിരിക്കുന്ന മറ്റെല്ലാ പ്രസ്താവനകളും രാജാറാം മോഹൻ റോയെ കുറിച്ച് ശരിയാണ്. നമുക്കറിയാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്. സതി നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത സാമൂഹ്യ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ ആധുനിക വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. പിന്നെ ശരിയായ വിദ്യാഭ്യാസം ലഭിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യൻ ജനത ആദരവിന് പാത്രമാകൂ എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. 50ാമത്തെ ചോദ്യം, SIP എന്നതിന്റെ
എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. SIP എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് SIP എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം. 51ാമത്തെ ചോദ്യം, വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ. രക്തചംക്രമണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് വില്യം ഹാർവേ. 52ാമത്തെ ചോദ്യം, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. 53ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഉത്തരം വൃക്ക. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്ത് ശുദ്ധമായ രക്തത്തെ വീണ്ടും സംവഹിപ്പിക്കുന്നത് വൃക്കയാണ്. അതിനാലാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാകുന്നത്. 54ാമത്തെ ചോദ്യം, ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ് ആണ് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. അതുപോലെ അമ്മമാരുടെ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ പാല് കുടിച്ചു കഴിഞ്ഞാൽ രാത്രി പല്ലൊക്കെ തുടച്ചിട്ട്, അതായത് വൃത്തിയാക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ ലാക്റ്റിക് ആസിഡിന്റെ പ്രവർത്തന ഫലമായിട്ട് പല്ല് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ കുറച്ച് മധുരം അടങ്ങിയിട്ടുള്ളതാണ് ഇതിന് കാരണം. 55ാമത്തെ ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ഉത്തരം ഓപ്ഷൻ എ. ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. നമുക്കറിയാം, സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. അതുപോലെ അയണിന്റെ ഡെഫിഷ്യൻസി, ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കമാണ് ഇതിന്റെ ലക്ഷണം. അയഡിന്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. 56ാമത്തെ ചോദ്യം, സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ജ്യോതിക സങ്കര ഇനം പയറുവിത്തിന് ഉദാഹരണമാണ്. ജ്യോതിക, ലോല, മാലിക ഇതൊക്കെ സങ്കര ഇനം പയറുവിത്തിന് ഉദാഹരണങ്ങളാണ്. കിരൺ എന്ന് പറയുന്നത് സങ്കര ഇനം വെണ്ടയാണ്. ഇവിടെ തന്നിരിക്കുന്ന മറ്റു 2 പ്രസ്താവനകൾ തെറ്റാണ്. ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ ഉജ്ജ്വല നെൽവിത്തല്ല. ഉജ്ജ്വല എന്ന് പറയുന്നത് മുളകാണ്. ഉജ്ജ്വല, ജ്വാലാമുഖിയൊക്കെ സങ്കര ഇനം മുളകിന് ഉദാഹരണമാണ്. അതുപോലെ മുക്തി സങ്കര ഇനം വഴുതനയാണെന്ന് നൽകിയിരിക്കുന്നു. തെറ്റാണ്. മുക്തി എന്ന് പറയുന്നത് സങ്കര ഇനം തക്കാളിയാണ്. മുക്തി, അക്ഷയ, അനഘ എന്നിവയെല്ലാം സങ്കര ഇനം തക്കാളിക്ക് ഉദാഹരണമാണ്. 57ാമത്തെ ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി. ഡിസംബർ 14. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. 58ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ സി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. നമുക്കറിയാം, ഒരുപാട് തവണ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ് ഇത്. MS സ്വാമിനാഥനെ കുറിച്ചുള്ള കാര്യങ്ങൾ. 2023 MS സ്വാമിനാഥൻ അന്തരിച്ചത്. കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ 28 സെപ്റ്റംബർ 2023. സെപ്റ്റംബർ 28, 2023 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിച്ചത്. 59ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ളത്. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷകനാണ് കല്ലേൽ പൊക്കുടൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകളിലൂടെയുള്ള എന്റെ യാത്ര. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഭാഗമാണിത്. 60ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവും ദ്രാവകത്തിന്റെ വികസിക്കാനുള്ള കഴിവും അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്.